ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് തൊമ്മൻകുത്ത് ഭാഗത്താണ്. ആ റോഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് പണി നടക്കുന്ന കാരണം ഒരു കിലോമീറ്ററോളം റോഡ് ഇങ്ങനെ മോശമായി കിടക്കണം. അപ്പോൾ നമ്മൾ വണ്ടി ആനചാടിക്കുത്തിലേക്ക് കയറുന്നതിൻ്റെ അടുത്ത് ഒരു പാർക്കിംഗ് പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഈ തൊമ്മൻകുത്തിലേക്ക് വരാനായിട്ട്. അപ്പോൾ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ അറ്റേ വരെയുള്ള റോഡ് ഇതാണ് കണ്ടീഷൻ കേട്ടോ. അത്യാവശ്യം ഒരു കിലോമീറ്റർ നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പേയം പാർക്ക് ഉണ്ട്. റോഡ് ശരിയായി ഇവിടെ കൊണ്ടുവന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ എൻട്രിയിൽ എത്തിയിട്ടുണ്ട്. കൊടചുരുക്കിക്കോ. ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വരണ്ട, അങ്ങനെ പോകണ്ട. ചെറിയൊരു കുരിശടി പോലെയൊക്കെ ഉണ്ടോ ഇവിടെ. തൊമ്മൻകുത്ത് എക്കോ ടൂറിസം സെൻറ്റർ എൻട്രി ഗേറ്റ്. ഹായ്, ഇവിടെ ടിക്കറ്റ് കൗണ്ടർ എവിടെയാണ്? അപ്പോൾ എൻട്രി ടിക്കറ്റ് വരുന്നത് കുട്ടികൾക്ക് 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെയും 20 രൂപയും, അതിന് മേളിലേക്കുള്ള ആൾക്കാർക്ക് 40 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ മനോഹരമായ പടങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എൻട്രി ടൈം വൈകുന്നേരം 5:30 ക്ലോസ് ചെയ്യൂടെ. എൻട്രി 8 മണി മുതലാണ് എൻട്രി ഉള്ളത്. ഗൈഡിൻ്റെ നിർദ്ദേശപ്രകാരം പോകാമെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടുത്തെ ഓരോ മരങ്ങളിലൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ മാഞ്ഞിരിക്കണ എങ്ങനെയൊക്കെയൊന്നും അറിയാൻ പറ്റുന്നില്ല. എന്താ ഫീൽ? നല്ല ഇരുൾമൂടിയ അന്തരീക്ഷം. ഞങ്ങൾ പോകുന്നപ്പോൾ കുറച്ച് മഴയുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല തെളിഞ്ഞ ഒരു ക്ലൈമറ്റ്, കുഴപ്പമില്ല. നല്ല ചീവീടിൻ്റെ ഇങ്ങനെ നല്ല സ്വരമൊക്കെ കേട്ട് ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാം. താഴെ നോക്കി നടന്നില്ലെങ്കിൽ പല്ലുണ്ടാവില്ല, കല്ലൊക്കെ ഇരിക്കണതാ. എല്ലാം എന്താ എടുക്കുക നിങ്ങപ്പോ.
ഈ നടന്നെങ്കിൽ കയറാണ്, ചെറിയതല്ലേ ഉള്ളൂ. കയറിക്കും. ഓരോ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ അപായം എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന സമയത്ത് തിരക്കില്ലാത്തതിനാൽ ഓടിയിടുന്ന എല്ലായിടത്തും വീഡിയോ എടുക്കാനും വെള്ളത്തിലേക്ക് ഇറങ്ങാനും ഒരുപാട് സാധിച്ചു. പപ്പ പിടിക്കണോ അച്ചോ? എടാ പപ്പ പിടിക്കണോ? ബാഗ് പപ്പ പിടിക്കണോന്ന് ചോദിച്ചോ. ചെറിയൊരു ഗുണാക്കിയോ? കുട്ടേട്ടാ തീന മൂടോട്ടായിട്ടേക്കാണ്. തീന ചെരുപ്പോട്ടി പോയി കണ്ട. ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ചെരുപ്പിടാമോ കണ്ട. അപ്പം നിങ്ങളെ ശ്രദ്ധിക്കുക, ഇങ്ങനത്തെ ചെരുപ്പ് നിന്നിട്ടുണ്ട് ഇതേപോലത്തെ സ്ഥലത്ത് വരുന്നത് കേടാ. പൊട്ടി ഇനി തിരിച്ച് അങ്ങോട്ട് ചെരുപ്പില്ലാണ്ട് പോകേണ്ടി വരും. ഹായ് ഗൈസ്, അപ്പം നോക്കൂ, ഇതാണ് നമ്മുടെ കല്യങ്ങാട്ട് നീലിരിക്കുന്ന എഴില്ലമ്പാല ഡെവിൽ ട്രീ. കണ്ടാ ഓക്കെ. നമ്മുടെ കള്ളിയങ്ങാട്ട് നീര് ഇതിനകത്ത് എന്താണ് ഡെവിൽ ട്രീ കണ്ട എഴില്ലമ്പാല കുമാരേട്ടാ. നല്ല ഹൈറ്റാണ് കേട്ടോ, അറ്റം വരെ കാണാൻ പറ്റിയില്ല. ഈ ഭാഗത്തൊക്കെ മഴയില്ലാത്ത സമയത്ത് നമുക്ക് ഇറങ്ങി കുളിക്കുകയും കഴുകുകയൊക്കെ ചെയ്യാം, വെള്ളത്തിലിറങ്ങിയൊക്കെ ചെയ്യാം കേട്ടോ. മഴയുള്ള സമയത്ത് ആവശ്യത്തേക്കൊന്നും വിടൂല. ഇവിടെ ട്രീ ഹൗസ് ഒക്കെ ഉണ്ടാവുന്നതെന്നാണ് അതൊക്കെ എടുത്ത് കളഞ്ഞെന്നാണ്. ഓക്കെ, ഒരു മരം കൊണ്ടേ കാണുന്നത്. ഓക്കെ കണ്ടോ എൻ്റെ പൊന്നെ ആനടിപ്പിച്ചു. എവിടെ പോണേ പറയ, എന്നെ കൂട്ടാണ്ട് എവിടെ പോണേ? നോക്കണോട്ടോ പോവുക പോലെ ഞാനിത് വഴി വരാം. ചാടി വെള്ളം ചാടി വരാം. നടന്നു അവിടെ എത്തുമ്പോൾ നോക്കണേ, വീടരുതേ. അത്രയും മതി. അപ്പോൾ നമ്മൾ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം എത്തിയിട്ടുണ്ട്.
ഓക്കെ കണ്ട ആ കുത്തി ഒഴുകുന്ന സംഭവം കണ്ട. അതാണ് കുറച്ചുകൂടെ അടുത്ത് പോയി കാണാം കേട്ടോ. നടന്നോ മഴ പെയ്തിങ്ങനെ ചെറിയൊരു ഇതുള്ള കാരണേ വഴുവഴുക്കലുണ്ട്. അപ്പോൾ വരുമ്പോൾ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവർ പേടിച്ചൊളിച്ച് ഇറങ്ങണം. ഓക്കെ ഒരു ചെരുപ്പ് പൊട്ടിയതിൻ്റെ സങ്കടത്തിന് തീനയിക്കണം. ഇനി എന്തോരം ചെരുപ്പ് പൊട്ടാൻ കിടക്കും. നോക്കി പതിയെ. അത് തന്നെ ആച്ചു പോണ പോലെ പതി ഇറങ്ങിപ്പോ. അപ്പുറത്തൂടെ ഇറങ്ങണ കല്ലിൻ്റെ വെളിയിലൊക്കെ ഇറങ്ങുക. കല്ലിൻ്റെ വെളിയിൽ താഴത്തേക്ക് ഇറങ്ങുക. ഇറങ്ങട. അത് തന്നെ ചടിക്കും. ചടിക്കും. എന്താ ഡ്രസ്സ് ചെയ്യാണ്ടേ മേല് ഇത് കമ്പി ഇട്ടിട്ടാണ്. അതിൻ്റെ അവിടെ ഒരു കമ്പി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അവിടെ വരെ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബൗണ്ടറി വരെ വെച്ചിട്ടുണ്ട്. അല്ല ബൗണ്ടറി വരെ തിരിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ വന്ന സമയത്ത് ആരും ഇല്ലാത്ത കാരണം ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ആഹാ അടിപൊളി. ഇവിടെ കിടന്നിട്ട് മറ്റേ ഇവിടെ ഒരുമാതിരിപ്പെട്ട സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. മറ്റേ ജയറാമിൻ്റെയൊക്കെ ഒരു പടമുണ്ട്. ജയറാമും രമേശ് പിഷാരടിയൊക്കെ ഉള്ള ഒരു പടമുണ്ടല്ലോ, മയിലാട്ടം എന്ന പടത്തിൽ ആ പടമൊക്കെ ഷൂട്ട് ചെയ്തേക്കണ ഇവിടെയാണ്. അതുപോലെ ഒരു ഹിന്ദി പടം എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം. അവിടെ ഒരു ട്രീ ഹൗസ് പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കാണണം കേട്ടാ. നിങ്ങൾ അവർക്ക് ആടിനൊക്കെ ഇരിക്കാൻ വേണ്ടിയുള്ള ഇതാണെന്ന് തോന്നും. ഓക്കെ കേട്ടാ. ഈ റിബൺ കെട്ടിയേക്കണതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പാടില്ല. ഇവിടെ നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. അവിടെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടാ. ആരുമില്ല ഇപ്പോൾ ഇവിടെ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 4 പേര് മാത്രം. അപ്പോൾ നമ്മുടെ തൊമ്മൻകുത്തിലെ കാഴ്ച ഇവിടെ തീരുകയാണ്. ഇതേപോലെ പുതിയ വീഡിയോയുമായി നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും എല്ലാവർക്കും ഒരു ടാറ്റ കൊടുക്കണം. അടുത്ത വീഡിയോ കാണാം അല്ലേ. ബൈ.